ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഗോവൻ സീരീസിലെ ലാസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ട റിസോർട്ടിലെ അവിടെ നിന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് നോർത്ത് ഗോവയിലെ ഒരു റിസോർട്ടിലേക്ക്, അതായത് മറ്റേ സൗത്ത് ഗോവയായിരുന്നു. ഇപ്പം നമ്മൾ അവിടെ നിന്ന് നോർത്ത് ഗോവയിലേക്ക് വന്നു, കാരണം അവിടെ എങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളുടെ ലാസ്റ്റ് ഡേ ഇവിടെ ആയിരുന്നു, ഈ ഒരു റിസോർട്ടിലായിരുന്നു. ഇവിടെ വീഡിയോയിൽ ഞാൻ കാണിക്കാം. നല്ല അടിപൊളി ആംബിയൻസ് ഉള്ളൊരു ബീച്ച് റിസോർട്ടായിരുന്നു ഇത്. ഇതിപ്പം നമ്മൾ താമസിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ ആ ഒരു റൂമായിരുന്നു. അതും അവിടെ ചെന്നപാട് തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക്സ് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ അവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞൊക്കെ തന്ന് നമ്മൾ റൂമിലെത്തി കഴിഞ്ഞ് അവിടുന്ന് ഇതാണ് ഏറ്റവും കോമഡി. നമ്മളുടെ ടോയ്ലറ്റും ബെഡ്റൂമുമായിട്ട് ഒരു ഗ്ലാസ്സിലൂടെ നമുക്ക് ആ കർട്ടൻ ഇല്ലെങ്കിൽ ടോയ്ലറ്റിനുള്ളിലുള്ള മുഴുവൻ നമുക്ക് കാണാം. അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു. പിന്നെ ഇത് നമ്മളുടെ റൂമിൻ്റെ അടുത്ത് നിന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും കാണുന്ന വ്യൂ ആണ്. അവരുടെ ഓൾമോസ്റ്റ് ആ ഈ ഒരു എഡ്ജിലേക്കാണ് ഫുള്ള് റിസോർട്ട്, പൂള്, റെസ്റ്റോറൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. നമ്മൾ നിൽക്കുന്ന റൂമിൻ്റെ സൈഡിൽ തന്നെ സെയിം ടൈപ്പ് 3 റൂം. ആ ഒരു 3 റൂമിന് ഒരൊറ്റ ബിൽഡിങ് അതുപോലെ ഓരോരോ കോട്ടേജ് ആക്കിയിട്ടായിരുന്നു ആ ഒരു വില്ല ഉണ്ടായിരുന്നത്. ഇതിപ്പം നമ്മൾ അവിടുന്ന് റൂമിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയായിരുന്നു. അന്നേരം അവിടെ ബേക്കൻ റോബിൻസ് കണ്ടപ്പോഴത്തേ അവിടെ പല ടൈപ്പ് ഐസ്ക്രീംസ് ഉണ്ടല്ലോ. അങ്ങനെ സിയയ്ക്ക് പ്രിൻസസ് ഐസ്ക്രീം വേണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങിക്കൊടുത്തതാണ്. ദുബായിലായിരുന്നപ്പം ഇതിനു മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് പല ടൈപ്പ് ഓഫ് ഐസ്ക്രീംസ്. അവൾ ഡൈനോസറിൻ്റെ ഇതങ്ങനെയൊക്കെ ആയിട്ട് ഓരോന്ന് എടുത്തിട്ടുള്ള എൻ്റെ വീഡിയോസ് ഒരെണ്ണം ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങി. സിയയ്ക്ക് ബീച്ചിൽ കളിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഇതാണ് ബീച്ചിൻ്റെ സൈഡിലെ റെസ്റ്റോറൻറ്റ്. അതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് പൂള്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം വൈകുന്നേരം അസ്തമയത്തിന് സമയമൊക്കെ ആയായിരുന്നു. അങ്ങനെ നേരെ ബീച്ചിലേക്ക് പോയി. അവിടുന്ന് കുറേ നേരം വെള്ളത്തിൽ കളിക്കുകയും കുറേ ഫോട്ടോസ് എടുക്കുകയും ഒക്കെ ചെയ്തു. സിയയ്ക്കാണേലും ബീച്ചിൽ മണലിൻ്റെ അകത്ത് അവരുടെ മണൽ കളിക്കുന്ന അങ്ങനത്തെ ടോയ്സ് ഉണ്ടല്ലോ, ഈ ടോയ്സ് വെച്ചിട്ട് ഇവർക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടം. അത് എവിടെ പോയാലും ബീച്ചിലാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ടോയ് നിർബന്ധമാണ്. ഇതെടുത്തിട്ട് കളിക്കും. അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ അവരുടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു ബീച്ച് സൈഡ്. അവിടെ വന്നു. അവിടെ നിന്നായിരുന്നു നമ്മളുടെ ഡിന്നറ്. അവിടുന്ന് ഡിന്നറും കഴിച്ച് നേരെ പിന്നെ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ ഈ ഒരു റിസോർട്ടിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. ഇതിപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുക. അന്നേരം ആ പോയ സമയത്ത് ഞാൻ അത്യാവശ്യം കവർ ചെയ്യാൻ പറ്റുന്നത് പോലെ ആ റിസോർട്ടിൻ്റെ പരിസരങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എന്താ പറയണ്ടേ, ഇങ്ങനെ തെങ്ങും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് അങ്ങനത്തെ നല്ലൊരു അറ്റ്മോസ്ഫിയർ. ബീച്ച് സൈഡ് ആണേലും നല്ല ഭംഗിയായിട്ടാണ് അവർ ഓരോ കോട്ടേജും സെറ്റ് ചെയ്തിരുന്നത്. ഈ നടന്നു പോകുന്ന വഴിയുടെ 2 സൈഡും കോട്ടേജ് കെട്ടി വിട്ടിട്ടുണ്ട്. അതിപ്പം നമ്മളിപ്പോൾ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ പോകുന്നെങ്കിൽ നമുക്ക് എല്ലാവരും ഓൾമോസ്റ്റ് അടുത്തടുത്ത് തന്നെ വരുന്ന രീതിയിലൊക്കെ നമുക്ക് കോട്ടേജ് കിട്ടും. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഫുഡ് എടുത്ത് അതിൻ്റെ ആ റെസ്റ്റോറൻറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ബീച്ച് സൈഡിലേക്കുണ്ട്. അപ്പോൾ പിന്നെ ബീച്ച് സൈഡിലേക്കുള്ള സ്ഥലത്ത് വന്നിരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചത്. പിന്നെ ഇതാണ് അവരുടെ പൂള്. പിന്നെ നടന്നു പോകുന്ന വഴിക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ പറ്റിയ ഒത്തിരി നല്ല സ്പേസസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നിന്നൊക്കെ ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ വെക്കേറ്റ് ചെയ്ത് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരിക. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഗോവൻ വിശേഷങ്ങളൊക്കെ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയായിട്ട് വരാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.